സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? 40 കിലോക്ക് മുകളിൽ ഭാരമെടുത്ത് ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആയ ലഡാക്കിലൂടെ സഞ്ചരിക്കുന്ന ദിവസം. ചിലവർക്ക് ഇതൊരു കെട്ടുകഥകളായിരിക്കാം. എന്നാൽ കെട്ടുകഥകളൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായ ഒരു മനോഹരമായ കഥ ഞാൻ നിങ്ങളോട് പറയാം. ലഡാക്കിലെ ലേ ജില്ലയിൽ വരുന്ന ലാമയൂറു ഗ്രാമത്തിൽ നിന്നും കാർഗിൽ ജില്ലയിൽ വരുന്ന ബോധഗർഭു ഗ്രാമത്തിലേക്കാണ് എനിക്ക് എത്തിപ്പെടേണ്ടത്. ഏകദേശം 31 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ അവിടെ നിന്നും നടത്തം ആരംഭിച്ചു. നല്ല മനുഷ്യരാണ് കേട്ടോ. ഞാൻ നടക്കുമ്പോൾ റോഡ് സൈഡിലൊക്കെ 2 അമ്മമാർ പണിയെടുക്കുകയാണ്. അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിനത്ര സ്നേഹമാണ്. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഒറ്റപ്പെട്ടാണല്ലോ പോകുന്നത്, ആൾക്കാർ എന്നെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവരെന്നെ കാണുമ്പോൾ അവർക്കൊരു അത്ഭുതമാണ്. എന്തിനാണ് ഇത്രയും ദൂരം നിന്ന് ഇവൻ നടന്നു വരുന്നത്? എന്താണ് ഇവൻ്റെ ബാഗിനകത്ത്? ആൾക്കാർക്ക് കൗതുകം എൻ്റെ ബാഗിനകത്ത് എന്താണെന്നാണ് കേട്ടോ. നല്ല മനുഷ്യരാണ്. അവരോടൊക്കെ കഥ പറഞ്ഞ് ഞാൻ മെല്ലനെ നടക്കുവാണ്. വഴിയിൽ വെച്ച് എനിക്കൊരു ലോറി കിട്ടി. ഒരു ലോറിയിൽ 3 ആൾക്കാരാണ് ഉണ്ടായത്. അവർ എന്നോട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയുന്നു, എൻ്റെ ജീവിതം എങ്ങനെയാണ്, യാത്ര കൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടോ ആ ലോറിയിലുള്ള ആൾക്കാർ എന്നോട് സംസാരിക്കുന്നത്. എല്ലാവരും, ഞാൻ ആ യാത്രയിൽ കാണുന്ന എല്ലാവർക്കും ദൈവത്തിനെ പോലെ മനസ്സുള്ള ഹൃദയമുള്ള മനുഷ്യരായിരുന്നു കേട്ടോ. അങ്ങനെ ആ ലോറി യാത്രയിൽ നിന്നും ബോധഗർഭു എന്നൊരു ഗ്രാമത്തിലാണ് ഞാൻ എത്തിപ്പെടുന്നത്. കാർഗിൽ ഡിസ്ട്രിക്റ്റിലാണ് ബോധഗർഭു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വലിയ ബാഗ് അവർ വെച്ചത് ബാക്കിലാണ്. എൻ്റെ ബാഗ് മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവർ പറഞ്ഞു, നമ്മളെ വണ്ടിയിൽ വെച്ച പൊടിയൊക്കെ ആവും, അത് പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നും സാരമില്ല, നിങ്ങൾ എനിക്കിവിടെ നിർത്തി തന്നല്ലോ. 3 സീറ്റ് മാത്രം അവിടെ ഇരിക്കാനുള്ളൂ. എനിക്ക് അവരൊരു സീറ്റ് കൂടി അവിടെ ഇരിക്കാൻ തന്നു. അത് തന്നെയല്ലേ വലിയൊരു കാര്യം. അങ്ങനെ ഞാൻ ടെൻ്റ് അടിക്കാൻ വേണ്ടി നടക്കുകയാണ്. എവിടെയാണ് എനിക്ക് ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടുക? ഇപ്പോഴും ഞാൻ ഓർക്കുന്നു കേട്ടോ. കാരണം ഞാൻ നടന്നു നീങ്ങിയ പാതകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഒരു ബുക്കായിട്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ബോധഗർഭു ഗ്രാമത്തിൽ ആർക്കും ഒരു ശല്യമില്ലാത്ത ഒരു കാട് ഏരിയയിൽ ഞാൻ എത്തിപ്പെടുന്നു. അവിടെ ടെൻ്റ് അടിച്ചു. ടെൻ്റ് അടി എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണുമ്പം വലിയൊരു അപകടമാണ്. പക്ഷേ സാഹചര്യങ്ങളാൽ എൻ്റെ അപകടങ്ങളൊക്കെ മാഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം ഞാൻ ടെൻ്റ് അടിച്ചടുത്ത് നിന്നും 300 മീറ്റർ മാറിയിട്ടാണ്. അവിടെ നിന്ന് ഒരു കടയും ഉണ്ട് കേട്ടോ. അവിടുന്ന് സാധനവും വാങ്ങി 5 ലിറ്ററിൻ്റെ വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. അതും എടുത്ത് വീണ്ടും ഞാൻ എൻ്റെ ടെൻറ്റിനകത്ത് വരും. രാത്രി കിടന്നുറങ്ങുമ്പം ഒരു വീട് പോലെയാണ് കേട്ടോ. 3 ട്യൂബ് ലൈറ്റാണ് എൻ്റെ കയ്യിലുണ്ടായത്. സോളാർ പാനലും ഒരു ട്യൂബ് ലൈറ്റും. ഈ കഥകളൊക്കെ എന്താണ് ഇപ്പം പറയുന്നതെന്നല്ലേ? എൻ്റെ ആ യാത്രയിലെ വിശേഷങ്ങളൊന്നും ആരും കാണാതെ ഇപ്പോഴും എൻ്റെ ചാനലിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആരിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. പക്ഷേ മനസ്സിൽ കിടക്കുന്ന ചില ഓർമ്മകളുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ചില മനുഷ്യരെ കാണുമ്പം എൻ്റെ പഴയകാല യാത്രയിലെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഒന്നുകൂടി ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. എന്നിരുന്നാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സുഖമായിരിക്കുക. യാത്ര ഇവിടെ തീരുന്നില്ല, അനുഭവങ്ങളും ഇവിടെ തീരുന്നില്ല. ഇതൊക്കെ ഒറ്റ വാക്കിൽ എങ്ങനെയാണ് പറഞ്ഞു തീർക്കുക? ഒരു മനുഷ്യൻ്റെ ജീവിതമല്ലേ. 2 വർഷത്തിന് മുകളിലുള്ള ഒരു ജീവിത കഥ ഒരു 3 മിനിറ്റിൽ പറയാൻ എനിക്ക് സാധിക്കത്തില്ല. അത് ചെറിയ ചെറിയ എപ്പിസോഡുകളായി എൻ്റെ